ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് എന്നാണ് പറഞ്ഞ ബിഗ് ബോസ്. കാറിൻ്റെ ടാസ്ക് തുടങ്ങിയിട്ട് കുറേ നേരം ആയിട്ടുണ്ട്. എല്ലാവരും ഇരിക്കുകയാണ്. അനീഷാണ് ഏറ്റവും ഫ്രണ്ടിൽ ഡ്രൈവറുടെ സീറ്റിലിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ നൂറ് ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് ആര്യൻ ഇരിപ്പുണ്ട്. ആര്യൻ ഭയങ്കരമായിട്ട് തള്ളി 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 നൂറ് തള്ളും. അനീഷിൻ്റെ ദേഹത്തോട്ട് നൂറ് ചെന്ന് വീഴുന്നു. അനീഷ് അവിടെ കിടന്ന് പറയുന്നുണ്ട്, എനിക്ക് വയറ്റ് തന്നെ എടുക്കുന്നത്, എൻ്റെ ദേഹത്ത് കൊള്ളുന്നു, ദേഹത്ത് കൊള്ളുന്നു, ദേഹത്ത് കൊള്ളുന്നു എന്നൊക്കെ ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. കരയുന്ന കണക്കാണ് അനീഷ് പറയുന്നത്. പക്ഷേ ആര്യൻ ഇരിക്കുന്നത് ഒരു ഇതുമില്ലാതാണ്. അനീഷിനെ പുറത്താക്കാനുള്ള രീതിയിലാണ് ആര്യൻ ഇരിക്കുന്നത്. ടാസ്ക് തുടങ്ങിയിട്ട് കുറേ നേരം ആയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അനീഷ് അത്രയും സമയം ഇരിക്കുമെന്ന്. കാരണം അനീഷിന് ഇപ്പം തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും കൂടെ നന്നായിട്ട് തള്ളുന്നുണ്ട്. അത് കൂടാഞ്ഞിട്ട് ആദിലയുടെ വക ബാക്കിൽ നിന്ന് അനീഷിനെ കുറ്റപ്പെടുത്തിയുള്ള സംഭാഷണങ്ങളുമുണ്ട്. അനീഷ് ഭയങ്കരമായിട്ട് സഹിച്ചിരിക്കുക. അനീഷിൻ്റെ മുഖമൊക്കെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചൊക്കെയാണ് കാറിനകത്തിരിക്കുന്നത്. പാവം കണ്ടാൽ നമുക്ക് പാവം തോന്നുന്നുണ്ട് അനീഷിനെ. ബാക്കിലിരിക്കുന്നവരൊക്കെ ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ ഇട്ട് ഇരിക്കുക. ഇടയ്ക്ക് അനുമോളെ വിളിച്ച് പറയുന്നുണ്ട്, ബിഗ് ബോസ് ആ പ്രസ് അവാർഡൊന്ന് തുറന്നിടാനൊക്കെ പറയുന്നത്. പക്ഷേ അനീഷ് ഇവിടെ ഞെരിപ്പിരി കൊള്ളുവാണ്. അത്രയ്ക്ക് അനീഷിന് ബുദ്ധിമുട്ടുണ്ട് അവിടെ ഇരിക്കാൻ. നൂറയൊക്കെ ഭയങ്കരമായിട്ട് ദേഷിച്ചാണ് അനീഷിനോട് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ അത്രയും പേർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഞെരുങ്ങി കുത്തിയാണ് ഇരിക്കുന്നത്. അനുമോൾ ഇരിക്കുന്നത് സാവുമോൻ്റെ മടിയിലാണ്. അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അനുമോൾ വിളിച്ച് പറയുന്നത്, ഇവൻ ഉള്ളി കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്, ഭയങ്കര സ്മെല്ലെടുക്കുന്നതെന്ന്. നിവിൻ ഉള്ളി എങ്ങാണ്ട് വായിലിട്ട് ചവച്ചിട്ട് കണ്ടാണ് വന്നിരിക്കുന്നത്. തുപ്പാതടാ, അയ്യേ സവാള ഉള്ളി കഴിച്ചിട്ട് വന്നിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ചിരിക്കുക അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് ഫ്രീ ആയിട്ടാണെന്ന് തോന്നും ബാക്കിലുള്ളവർ ഇരിക്കുന്നത്. അവർ ഞെരുങ്ങി ഇരിക്കുന്നെങ്കിലും കുറച്ച് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സന്തോഷത്തോടൊക്കെ ഇരിക്കുക. എല്ലാവരും കളിക്കുകയും ചിരിക്കുകയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഫ്രണ്ടിലിരിക്കുന്നവരുടെ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് ശരിക്കും ഇതിനേക്കാളും ബാക്കിലിരിക്കുന്നവരെക്കാളും നന്നായിട്ട് ഇരിക്കാം. പക്ഷേ അവർ ആരിനൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു മനസ്സില്ല. നൂറ് തിരികെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അനീഷിന് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു. അനീഷ് വിളിച്ച് പറയുന്നത്, എൻ്റെ വയറാണ് കുത്തിക്കീറുന്ന നൂറ, എൻ്റെ വയറാണ് കുത്തിക്കീറുന്ന നൂറ എന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് അനീഷ്. ഇങ്ങനെ ചെയ്യിച്ചിട്ട് ഒരു കാര്യമില്ല നൂറാന്ന് അനീഷ് പറയുമ്പോൾ നൂറ പറയുന്നത് ഞാനല്ലെന്ന്. പക്ഷേ ആദില അവിടെ ഇരുന്നുകൊണ്ട് ആര്യൻ്റെ തലയെ ഞൂണ്ടി വിളിച്ചിട്ട് എന്തോ പറയുന്നു. പക്ഷെ എന്താണെന്ന് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടല്ല സംസാരം കേൾക്കാൻ പറ്റത്തില്ല. അല്ലാതെ അവരെന്തോ ഞൂണ്ടി വിളിച്ചെന്തോ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.